വിശുദ്ധവാരത്തിന് തുടക്കം കുറിക്കുന്നത് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാളോടുകൂടിയാണ്. യേശുവിൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുമ്പ് ഈശോ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. യേശുവിനെ ഒലിവ് ചില്ലകളും ഈന്തപ്പന ഓലകളും വഴിയിൽ വിരിച്ച് ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന എന്നും പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ ബൈബിൾ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് ഓശാന ഞായർ. ബൈബിൾ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിലും, അതായത് മത്തായി, ലൂക്ക, മർക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിലെല്ലാം യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്. എങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കൃത്യമായ ഒരു സമയരേഖ നൽകിയിട്ടുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു: മരിച്ചവരിൽ നിന്നും താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് പെസഹായിക്ക് 6 ദിവസം മുമ്പ് ഈശോ വന്നിരുന്നു. അതായത് യേശു ബഥാനിയയിലെ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ പെസഹായിക്ക് 6 ദിവസം മുമ്പ് ഈശോ വന്നിരുന്നു. അവിടെ അവൻ മറിയത്തിനും മാർത്തയ്ക്കും ലാസറിനുമൊത്ത് അത്താഴം കഴിക്കുകയും ചെയ്തു. ബഥാനിയ സ്ഥിതി ചെയ്തിരുന്നത് ഒലിവ് പർവ്വതത്തിൻ്റെ തെക്കുകിഴക്കൻ ചെരുവിലാണ്. ജെറുസലേമിൽ നിന്ന് 2 മൈൽ ദൂരം താഴെ മാത്രം. ഈശോ ബഥാനിയയിൽ വന്നതിനെപ്പറ്റി പരാമർശിക്കുന്ന ഒന്നാണ് സക്രിയ പ്രവചനത്തിൽ പറയുന്ന ദൈവം ലോകത്തിൻ്റെ രാജാവായി അവിടുന്ന് ഒലിവുമലയിൽ നിലയുറപ്പിക്കും എന്നത്. അതായത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ജെറുസലേമിനു കിഴക്കുള്ള ഒലിവുമലയിൽ അന്ന് അവിടുന്ന് നിലയുറപ്പിക്കും. യേശുവിൻ്റെ രാജകീയമായ പ്രവേശനവും അവിടുന്ന് രാജാവായി വരുന്നതും ജെറുസലേം പ്രവേശനത്തിനും ശേഷം തുടർന്ന് നടക്കുന്ന രക്തരൂഷിതമായ സംഭവങ്ങൾക്കൊടുവിൽ അവിടുന്ന് മരിച്ച് ഉയർത്ത് അവിടുന്ന് ലോകരാജാവായി അവരോധിക്കപ്പെടുന്നു. ഈശോ രാജാവാകുന്നതിൻ്റെ തുടക്കമാണ് ഈ രാജകീയ പ്രവേശനം. സക്രിയ പ്രവാചകൻ ഈ കാര്യം പ്രവചിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഈ സംഭവങ്ങളെല്ലാം ആരംഭിക്കുമ്പോൾ അവൻ ഒലിവുമലയിൽ നിലയുറപ്പിക്കുമ്പോഴാണ്. ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് ഇതിലൂടെ കാണുന്നത്. യേശു തൻ്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതിയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഇതിൽ മർക്കോസ് സുവിശേഷകൻ ഇങ്ങനെ പറയുന്നു: ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ആരും കയറിയിട്ടില്ലാത്ത എന്ന പ്രയോഗത്തിന് പഴയ നിയമത്തിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. അതായത് ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് നേരത്തെ ഉപയോഗിച്ചിട്ടില്ലാത്തതായിരിക്കണം, മറ്റാർക്കും വേണ്ടി കൊടുത്തിട്ടില്ലാത്തതായിരിക്കണം. ഇങ്ങനെയൊരു നിയമം പഴയ നിയമത്തിലുണ്ടായിരുന്നു. ഇതിനെ സൂചിപ്പിക്കുവാനാണ് മർക്കോസ് ആരും കയറിയിട്ടില്ലാത്ത എന്ന് പറയുന്നത്. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. കർത്താവ് എന്നത് പഴയ നിയമത്തിൽ ദൈവത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇവിടെ യേശു ഉപയോഗിക്കുന്നതിലൂടെ താൻ ദൈവമാണെന്ന് സൂചിപ്പിക്കുവാനാണ്. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിക്ക് പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. അങ്ങനെ കഴുതപ്പുറത്തിരുന്ന് യേശു ജെറുസലേമിലേക്ക് ഒരു രാജകീയമായ പ്രവേശനം നടത്തുന്നു. എന്തുകൊണ്ടാണ് യേശു കഴുതിയെ തെരഞ്ഞെടുത്തത്? പഴയ കാലത്ത് രാജാക്കന്മാരും പ്രമുഖ വ്യക്തികളും കഴുതപ്പുറത്ത് സവാരി ചെയ്തിരുന്നു. ഇതിൽ കഴുതിയുടെ പുറത്ത് സവാരി ചെയ്യുന്നതിലൂടെ യേശു താൻ രാജാവാണെന്ന് കാണിക്കുന്നു. ഇതിന് പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. 1 രാജാക്കന്മാർ 1-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് തൻ്റെ മകനായ സോളമനെ രാജാവാക്കാൻ തീരുമാനിക്കുന്നു. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബെനായായെയും
തൻ്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർകഴുതിയുടെ പുറത്തിരുത്തി ഗിഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. കഴുതപ്പുറത്ത് കയറിയാണ് സോളമൻ രാജാവാകാൻ പോയത്. സമാധാനത്തെ പ്രതീകപ്പെടുത്തുകയും യുദ്ധത്തിൻ്റെ അടയാളമായി കരുതുകയും ചെയ്യുന്ന കുതിരയിൽ നിന്ന് വ്യത്യസ്തമായി കഴുത സമാധാനത്തെ പ്രതീകപ്പെടുത്തുകയും സൗമ്യതയെയും സമാധാനത്തെയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. ഇത് യേശുവിൻ്റെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പഠിപ്പിക്കലുകൾ കാണിച്ചു തന്നു. എല്ലാറ്റിനും മേലുള്ള അവൻ്റെ അധികാരത്തിൻ്റെ അടയാളമായിരുന്നു ഇത്. പുരാതന കാലത്ത് ഒരു രാജാവ് കഴുതപ്പുറത്ത് വരുന്നത് സൗമ്യവും എളിമയുള്ളതുമായ ഭരണത്തെ അർത്ഥമാക്കി. യേശു ഒരു കഴുതയെ തിരഞ്ഞെടുത്തത് മനഃപൂർവവും പ്രാധാന്യമർഹിക്കുന്നതുമാണ്. യേശു ഈ കഴുതയെ തിരഞ്ഞെടുക്കുന്നത് നേരത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു കാര്യമായി കരുതാം. ഒപ്പം പ്രവചനങ്ങൾ നിറവേറ്റുവാനും കൂടിയായിരുന്നു. യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്തു കയറി ജെറുസലേമിലേക്ക് വരുന്നതിലൂടെ സക്കറിയ 9-ാം അധ്യായത്തിലെ പ്രവചനം യേശു മനഃപൂർവ്വം നിറവേറ്റുകയാണ്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. യേശുവിൻ്റെ കഴുതപ്പുറത്തു നിന്നുള്ള സവാരി മിശിഹായും രാജാവുമായ അവിടുത്തെ വ്യക്തിത്വത്തെ സ്ഥിരീകരിച്ചു. അത് അവിടുത്തെ അനുയായികളിലും ശിഷ്യന്മാരിലും എന്നേക്കുമായി ഒരു പ്രഭാവം ചെലുത്തി. എന്തുകൊണ്ടാണ് യേശു ഈ ദിവസം തിരഞ്ഞെടുത്തത്? ഒരു യഹൂദ പുരുഷന് മോശ നൽകിയിരിക്കുന്ന നിയമത്തിൽ വർഷത്തിൽ 3 തിരുനാളിനും നിർബന്ധമായും ലോകത്ത് എവിടെയായിരുന്നാലും ജെറുസലേമിലേക്ക് വരികയും പങ്കെടുക്കുകയും വേണമായിരുന്നു. കൂടാര തിരുനാൾ, ബെന്തക്കോസ്ത, പെസഹ തിരുനാൾ ഇവ 3ഉമായിരുന്നു ആ പ്രധാന തിരുനാളുകൾ. ഇതിൽ പെസഹ തിരുനാളിന് കൂടുവാനായി യഹൂദർ ജെറുസലേം ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ദൈവം ഇസ്രായേലിനെ മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് പെസഹ ആഘോഷിക്കുന്നത്. ഈ തിരുനാളിൽ പങ്കെടുക്കുവാനായി യഹൂദർ ധാരാളമായി ജെറുസലേമിലും പരിസര പ്രദേശങ്ങളിലും വന്നിരുന്നു. യേശു കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തുമ്പോൾ ബൈബിളിൽ മത്തായി ശ്ലീഹ ഇങ്ങനെ പറയുന്നു: അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ഇത് സൂചിപ്പിക്കുന്നത് പെസഹ തിരുനാളിനായി ജെറുസലേമിൽ വന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ്. യോഹന്നാൻ സുവിശേഷം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട്. ഇതിനർത്ഥം യേശു ആ കാലത്ത് വളരെ പ്രശസ്തനായിരുന്നു. യേശുവിൻ്റെ പ്രശസ്തി ബൈബിളിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. കൂടാതെ യേശുവിനെ അവർ രാജാവാക്കുവാനും ശ്രമിച്ചിരുന്നുവെന്ന കാര്യവും സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവർ വന്നു തന്നെ രാജാവാക്കുവാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകുവാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറുന്നു. ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈശോ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേമിലേക്ക് കടന്നു വരുന്നത്. AD 30-ലാണ് ഇത് സംഭവിക്കുന്നത്. 3 തീർത്ഥാടന ഉത്സവങ്ങൾ ആഘോഷിക്കുവാൻ യേശു പലതവണ ജെറുസലേമിലേക്ക് പോയിരുന്നെങ്കിലും ജെറുസലേമിലേക്കുള്ള അവിടുത്തെ അവസാന പ്രവേശനത്തിന് ഒരു പ്രത്യേക അർത്ഥമുണ്ടായിരുന്നു. സമാധാനത്തിൻ്റെ എളിമയുള്ള രാജാവായിട്ടാണ് യേശു ഗൗരവപൂർവം പ്രവേശിക്കുന്നത്. പരമ്പരാഗതമായി ഒരു കഴുതപ്പുറത്ത് നഗരത്തിൽ പ്രവേശിക്കുന്നത് കുതിരപ്പുറത്തെത്തുന്ന ഒരു യുദ്ധരാജാവായിട്ടല്ല, മറിച്ച് സമാധാനത്തോടെയുള്ള ആഗമനത്തെ പ്രതീകപ്പെടുത്തുന്നു. ജോൺ ക്രിസോസ്റ്റം ഇങ്ങനെ പറയുന്നു: യേശു എത്രയോ തവണ ജെറുസലേമിലേക്ക് പോയിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴുള്ളതുപോലെ അത്ര ശ്രദ്ധേയമായ രീതിയിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല.
അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ഈന്തപ്പനകളുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. വളരെ പേർ തെരുവീതികളിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ച് നിരത്തി. എന്തുകൊണ്ടായിരിക്കാം ജനം യേശുവിൻ്റെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തിൽ ആർപ്പു വിളിച്ചതും തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചതും ഓശാന പാടിയതും എന്തായിരിക്കാം? അവരെ അങ്ങനെ നയിച്ച വികാരം എന്തായിരിക്കാം? യേശു ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്നതും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും നമുക്കൊന്ന് പരിശോധിക്കാം. ദാവീദ് രാജാവ് ഇസ്രായേലിനെ ഏകദേശം 40 വർഷം ഭരിച്ചു. ദാവീദിന്റെ മരണശേഷം മകനായ സോളമൻ രാജാവ് ഇസ്രായേലിനെ ഭരിച്ചു. തുടർന്ന് സോളമന്റെ മക്കൾ രാജ്യം ഭരിച്ചു. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ രണ്ടായി വിഭജിക്കുകയും യൂദയ, ഇസ്രായേൽ എന്ന് രണ്ടായി മാറുകയും ചെയ്തു. പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം രാജ്യം ശത്രുക്കൾ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തു. അസീറിയക്കാർ, ഈജിപ്തുകാർ, പേർഷ്യക്കാർ, ബാബിലോണിയക്കാർ, ഗ്രീക്കുകാർ, അവസാനം റോമാക്കാരുടെ അടിമത്തത്തിലായി ഇസ്രായേൽ. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശന സമയത്ത് പന്തിയോസ് പിലാത്തോസാണ് ജെറുസലേം ഭരിച്ചിരുന്നത്. ഹെറോദേസ് അന്തിപ്പാസ് ഗലീലിയായിലും ഭരിച്ചു. അടുത്തതായി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ റോമാ സാമ്രാജ്യത്തോടുള്ള യഹൂദ വികാരങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. BC 63 പോംപിയുടെ കീഴിലുള്ള റോമൻ സൈന്യം ജെറുസലേം കീഴടക്കുകയും രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തുകൊണ്ട് ഒരു സ്വതന്ത്ര ജൂതരാഷ്ട്രത്തിന്റെ അന്ത്യം കുറിച്ചു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിലെ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ തിരിച്ചെത്തിയിരുന്നെങ്കിലും പ്രവാചകന്മാർ പ്രവചിച്ച സുവർണകാലം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. പകരം ഒരു പുറംജാതീയ രാഷ്ട്രീയത്തിന്റെ അടിച്ചമർത്തൽ, സൈനിക സ്വേച്ഛാധിപത്യത്തിൻ കീഴിൽ ഇസ്രായേൽ കഷ്ടപ്പെട്ടു. റോമൻ ഭരണത്തിന്റെ നുകത്തിൻ കീഴിൽ യഹൂദന്മാർ കഷ്ടപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് യേശു കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് വരുന്നത്. ഇത് തികച്ചും ഒരു വലിയ സംഭവമായിരുന്നു. കാരണം പ്രവാചകന്മാർ മുഖേന അവർക്ക് നൽകപ്പെട്ട പ്രവചനങ്ങൾ നിറവേറൽ ആയിരുന്നു അത്. യേശു എങ്ങനെയുള്ള രാജാവായിരിക്കുമെന്ന് മിക്ക ആളുകൾക്കും മനസ്സിലായില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുന്ന ഒരു മഹാനായ രാഷ്ട്രീയ സൈനിക നേതാവായിരിക്കും തങ്ങളുടെ മസിഹ എന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ ദൈവരാജ്യം ഈ ലോകത്തിൻ്റെതല്ല. ദൈവത്തിൽ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ വളർന്നുവരുന്ന ഒരു ആത്മീയ രാജ്യമാണിത്. വളരെ പേർ തെരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ചു നിരത്തി. തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു എന്നതിൻ്റെ പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൽ 13-ാം വാക്യം യേഹൂവിനെ രാജാവാക്കുന്ന ഒരു സംഭവമാണ്. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ച് കാഹളമുഴക്കി വിളംബരം ചെയ്തു, യേഹൂ രാജാവായിരിക്കുന്നു. സത്യത്തിൽ ഈ പ്രവൃത്തി ഇവിടെയും സംഭവിക്കുന്നത് യേശു രാജാവാകുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. അതായത് നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്തത്തിൽ നിന്നും ദൈവം തങ്ങളെ രക്ഷിക്കും എന്ന പ്രവചനത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്തു. ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. സത്യത്തിൽ ഇതിൻ്റെ പിറകിലും ഒരു പഴയ നിയമ സംഭവമുണ്ട്. ശിമയോൻ മക്കബയൂസ് ഗ്രീക്കുകാരുടെ കയ്യിൽ നിന്നും രാജ്യം പിടിച്ചെടുത്ത് ജെറുസലേമിന്റെ സിംഹാസനത്തിലേക്ക് പോകുമ്പോൾ ജനം വരവേൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഈന്തപ്പന കമ്പുകളേന്തി വീണ, കൈത്താളം, തന്ത്രിവാദ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ അതിൽ പ്രവേശിച്ചു. ഇതെല്ലാം ഒരു രാജാവിനെ എതിരേൽക്കുന്ന പ്രതീകങ്ങളാണ്. അവന്റെ മുൻപിലും പിൻപിലും നടന്നിരുന്നവർ പറഞ്ഞു, ഹോസാന,
കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഇത് ഒരു സങ്കീർത്തനം കൂടിയാണ്. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അവരുടെ ഓശാന എന്ന വിളി വളരെയധികം വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്തിൽ നിന്നും രക്ഷിക്കുവാനായി കാത്തിരുന്ന ജനം യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിൽ വളരെയധികം പ്രതീക്ഷകളുണ്ടായിരുന്നു. അധികാരികൾ യേശുവിനെ ആ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാവാം? യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനം ഒരു കോലാഹലമോ സംഘടിത പ്രകടനമോ ആയിരുന്നില്ല എന്നാണ്. കാരണം ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ നടുവിലാണ് യേശു സ്വയമേവ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത്. അവരിൽ ചിലർ സ്വമേധയാ അവനെ സ്തുതിക്കുവാൻ തുടങ്ങിയിരുന്നു. പെസഹാക്കാലത്ത് റോമാക്കാർ നഗരത്തിൽ ആക്രമണം നടത്തി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിശൂന്യമാണ്. ദേശീയതയും മതപരവുമായ തീക്ഷ്ണതയുടെ മാനസികാവസ്ഥയിലുള്ള പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജൂത തീർത്ഥാടകരെ നേരിടുവാൻ പിലാത്തോസിന്റെ ഏകദേശം 1000 പടയാളികൾ മതിയാവുമായിരുന്നില്ല. തീർത്ഥാടന ഉത്സവങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഗണ്യമായിരിക്കുമെന്ന് യഹൂദ ചരിത്രകാരൻ ജോസിഫസ് തന്നെ എഴുതുന്നു. കാരണം ഈ വിരുന്നുകൾ യഹൂദന്മാർക്കിടയിൽ വീണ്ടെടുപ്പിന്റെ പ്രതീക്ഷകൾ പ്രചോദനം നൽകി. യേശു ജനക്കൂട്ടത്തിനിടയിൽ ജനപ്രിയനായിരുന്നു. കാരണം അവൻ യുഗാന്ത പ്രതീക്ഷകൾക്ക് പ്രചോദനം നൽകി. പെസഹ ഉത്സാഹഭരിതരായ തീർത്ഥാടകർക്കിടയിൽ തെറ്റായ സ്ഥലത്തും തെറ്റായ സമയത്തും ഉടനടി ആക്രമണാത്മകമായ ഇടപെടലുണ്ടായാൽ AD 4 ഹെറോദാവ് അർക്കലാവോസിന്റെ ഭരണകാലത്ത് സംഭവിച്ചതുപോലെ ഒരു കലാപത്തിനും ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും കാരണമാകുമായിരുന്നു. റോമാക്കാർ യേശുവിന്റെ ഈ പ്രവേശനം വലിയ കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. യേശുവിന്റെ രാജകീയമായ ജെറുസലേം പ്രവേശനം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അത് ഒരു ചരിത്ര സംഭവമാണ്.